പപ്പടം ഇരിപ്പുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റിയ വളരെ ഈസി ആയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത്. എന്താണെന്നുള്ളത് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ ഞാനിവിടെ ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനകത്തോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഞാനിവിടെ 2 സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നല്ലപോലെ നമ്മൾ വഴറ്റിയെടുത്തതിന് ശേഷം വേണം ഇതിനകത്തോട്ട് ബാക്കി സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ബാക്കി നമ്മൾ ചേർക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്കതൊരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നല്ലപോലെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് പൊടികൾ ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്, ഒരു 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർത്തിട്ടുണ്ട്, പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് പച്ചമുളക് വേണമെങ്കിൽ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് എരിവ് കുറച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ലപോലെ മസാലയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പപ്പടം വെച്ചിട്ടുള്ള നല്ലൊരു സ്നാക്കാണ്. അപ്പോൾ പെട്ടെന്ന് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ നമുക്ക് മസാല കൂടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു ചെറിയൊരു ബൗളിൽ കുറച്ച് വെള്ളം എടുക്കുക. സാധാ വെള്ളമാണ്, പച്ചവെള്ളമാണ്. അതിനകത്തോട്ട് പപ്പടം ജസ്റ്റ് ഒന്ന് മുക്കി കൊടുക്കുക. അപ്പോൾ പപ്പടം നല്ല സോഫ്റ്റായിട്ട് വരും. നമുക്കിതുപോലെ ഇങ്ങനെ മടക്കിയെടുക്കാനൊക്കെ പറ്റുന്ന ഒരു പരുവത്തിലേക്ക് മാറും. നമ്മുടെ സമൂസ ഷീറ്റൊക്കെ ഉണ്ടല്ലോ അതേപോലെ. ഇനി ഈ വെള്ളം നമുക്കൊന്ന് കുടഞ്ഞിട്ടൊന്ന് കളഞ്ഞെടുക്കുക. അതിനുശേഷം ഇതിനെ ഞാൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ചെയ്തെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഒട്ടിച്ചെടുക്കാനായിട്ട് ഞാൻ കുറച്ച് മൈദ പേസ്റ്റ് കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് സൈഡിലേക്കൊക്കെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക, ആക്കി കൊടുക്കുക. കുറച്ച് മൈദയിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് കട്ടിയിലൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ മൈദ പേസ്റ്റ് റെഡിയാവും. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാല ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് മുട്ടയാണ്. മുട്ട ഞാൻ പുഴുങ്ങിയിട്ട് ചെറിയ നീളത്തിൽ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലൊരു പീസ് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് തന്നെ നമുക്ക് ചിക്കൻ്റെ മസാല വെച്ചിട്ടും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ മുട്ടയിൽ ചെയ്തതേ ഉള്ളൂ. ഇനി നമുക്കിത് മടക്കിയിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കാം. നമ്മൾ ആ മൈദ പേസ്റ്റ് വെച്ചില്ലേ, അത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഒട്ടിച്ചെടുത്താൽ മതി. മസാലയൊന്നും പുറത്ത് വരാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ ഞാനിതൊന്ന് കയ്യിലെടുത്തിട്ട് എളുപ്പത്തിന് ചെയ്യുന്നുണ്ട്. മസാല പുറത്ത് വന്നതൊക്കെ ഇങ്ങനെ ഉള്ളിലാക്കി കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അവിടെ ഒട്ടിക്കിട്ടും. മസാലയൊന്നും പുറത്തേക്ക് പോവൊന്നുമില്ല. അപ്പോൾ ഫുള്ളായിട്ട് നമ്മളിത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ പപ്പടം വെച്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ മസാലയിൽ അങ്ങനെ ഓവറായിട്ട് ഉപ്പിടേണ്ട, കറക്റ്റായിട്ടുള്ള ഒരളവിൽ ഉപ്പ് ചേർത്താൽ മതി. അപ്പോൾ ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ കുറച്ച് വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് ചൂടാവുന്ന സമയത്ത് ഒരു മീഡിയം ഫ്ലെയിം മതി. അതിലേക്ക് നമുക്കിത് ചേർത്ത് കൊടുക്കുക. പെട്ടെന്ന് തന്നെ ഇത് റെഡിയായിട്ട് കിട്ടും പപ്പടം ആയതുകൊണ്ട് തന്നെ. എന്നിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. 2 സൈഡും ആ ഒരു ഗോൾഡൻ കളർ ആവുന്ന സമയത്ത് നമുക്കിതെടുത്ത് മാറ്റാം. ഇത് ചൂടോടെ കഴിക്കാനും ചൂടില്ലാണ്ട് കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ്. ചൂടോടെ കഴിക്കുമ്പോൾ ചെറുതായിട്ട് ക്രിസ്പി ആയിട്ട് ഉണ്ടാവും, ചൂടില്ലാത്ത സമയത്ത് സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവും. എന്നാലും കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതേ നമ്മളിത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഒട്ടും തന്നെ എണ്ണ കുടിക്കുകയൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. മറ്റൊരു നല്ല റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്